മാരാമൺ കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവിനെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല എന്ന് സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറന്റ് എബി കെ ജോഷ്വ. കൺവെൻഷനിൽ നിന്ന് വി ഡി സതീശനെ ഒഴിവാക്കിയെന്ന വിവാദത്തിലാണ് ഈ പ്രതികരണം. ക്ഷണം ലഭിച്ചെന്നും പങ്കെടുക്കേണ്ടെന്ന അറിയിപ്പ് ലഭിച്ചില്ലെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിന്റെ വിശദീകരണം. സഭയ്ക്കോ സുവിശേഷ സംഘത്തിനോ അങ്ങനെ ക്ഷണിച്ചതായിട്ട് അറിവില്ല. യുവവേദിയുടെ അതിന് സംസാരിക്കേണ്ടവരെ അത് ഫൈനലൈസ് ചെയ്ത് അറിയിക്കുവാൻ തക്കവണ്ണം അത് മാർത്തോമാ മെത്രാപ്പോലീത്ത ആ സമയത്ത് അറിയിക്കും. മാരാമൺ കൺവെൻഷൻ്റെ ക്രമീകരണം എന്നുള്ളത് എപ്പോഴും അതിൻ്റെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുന്നത് മാർത്തോമാ സഭയുടെ മെത്രാപ്പോലീത്തായും സംഘത്തിൻ്റെ പ്രസിഡന്റിൻ്റെയും ആലോചനയോടുകൂടിയാണ്. അങ്ങനെയാണ് എല്ലാ പ്രോഗ്രാമും ഷെഡ്യൂൾ ചെയ്യാറുള്ളത്. സി കെ അഭിലാലാണ് വിവരങ്ങളുമായി ചേർന്നത്. അഭിലാൽ, നേരത്തെ രമേശ് ചെന്നിത്തല NSS ആസ്ഥാനത്ത് പരിപാടിയിൽ ക്ഷണിച്ച സമയം മുതൽ തന്നെ ഇത്തരം പരിപാടികൾക്ക് ഏതൊക്കെ നേതാക്കളെ ക്ഷണിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മാരാമൺ കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവിനെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല എന്ന് വിശദീകരിക്കുന്ന സാഹചര്യം എന്താണ്? മാരാമൺ കൺവെൻഷൻ്റെ സംഘാടകർ എന്നുള്ളത് മാർത്തോമാ സഭയിലെ സുവിശേഷക പ്രസംഗ സംഘമാണ്. മാരാമൺ കൺവെൻഷനിലെ പരിപാടികൾ വിശദീകരിക്കുന്നതിനായി ഇന്ന് പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോടാണ് ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ എബി കെ ജോഷ്വ ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആരൊക്കെ ഏതെല്ലാം പരിപാടിയിൽ പ്രസംഗിക്കണം എന്നത് സംബന്ധിച്ച് ഒരു പാനൽ തയ്യാറാക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അതിൻ്റെ അന്തിമ അംഗീകാരം നൽകുന്നത് സഭയുടെ അധ്യക്ഷനാണ്. എന്നാൽ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പട്ടിക ഉൾപ്പെട്ട പാനലിൽ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം ആവുകയോ അദ്ദേഹത്തെ ക്ഷണിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് ജനറൽ സെക്രട്ടറി പ്രതികരിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഫെബ്രുവരി മാസം 15-ാം തീയതി മാരാമൺ കൺവെൻഷനോട് അനുബന്ധിച്ച് നടക്കുന്ന യുവജന സംഗമത്തിൽ യുവജന വേദിയിൽ പ്രസംഗിക്കുന്നതിനായി തന്നെ ക്ഷണിച്ചിരുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അനൗദ്യോഗികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവും പ്രതിപക്ഷ നേതാവുമായ ഒരാൾ ഈ മാരാമൺ കൺവെൻഷൻ്റെ ഒരു പ്രമുഖ വേദിയിൽ പ്രാസംഗികനായി എത്തുന്നത് ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും പിന്നീട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ UDF അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചേക്കാം എന്നുള്ള ഒരു സംശയം സഭയിലെ തന്നെ ഇടത് അനുകൂലികളായിട്ടുള്ള ഒരു വിഭാഗം ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ഈ വേദിയിൽ വരികയാണെങ്കിൽ ഇടതുപക്ഷത്തു നിന്നും പ്രമുഖരായ മറ്റൊരു നേതാവ് കൂടി ഇതിനകത്തിൽ ഉണ്ടാകണമെന്നുള്ള തരത്തിൽ സഭയ്ക്കുള്ളിൽ അഭിപ്രായ പ്രകടനം വരികയും ഈ സാഹചര്യത്തിൽ ഒരു പ്രശ്നപരിഹാരം എന്നുള്ള നിലയിൽ UDF പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ VD സതീശനെ ഒഴിവാക്കുക എന്നുള്ള ഒരു സമവായ നയത്തിലേക്ക് സഭാ നേതൃത്വം എത്തിച്ചേർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ക്ഷണിച്ചു എന്നുള്ള അത് പത്രത്തിൽ നിന്നും അല്ലെങ്കിൽ മാധ്യമ വാർത്തകളിൽ കൂടെ മാത്രമാണ് അറിഞ്ഞത് എന്നുള്ളതാണ് സഭയുടെ പ്രതിനിധികൾ വിശദീകരിക്കുന്നത്. മറ്റൊന്ന്, യുവജന വേദിയിൽ മറ്റ് ആരെങ്കിലും പങ്കെടുക്കുന്നതോ ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വാർത്താക്കുറിപ്പിൽ പ്രസിദ്ധീകരിക്കുകയോ വാർത്താ സമ്മേളനത്തിൽ സഭാപ്രതിനിധികൾ പറയുകയോ ചെയ്തില്ല എന്നുള്ളതും കൗതുകകരമായി അവശേഷിക്കുകയാണ്.